മലപ്പുറം എന്ന് പറയുന്ന ഒരു നാടിനെ ഇത്രമാത്രം അധിക്ഷേപിച്ച, ഇത്രമാത്രം വർഗീയമായി ചിത്രീകരിച്ച ഒരു മുഖ്യമന്ത്രി അവിടെ വിചാരണ ചെയ്യപ്പെടും. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം അവിടെ വിചാരണ ചെയ്യപ്പെടും. ഒരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞ് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വരും. ദയവ് ചെയ്ത് അവിടെ ട്രോളി ബാഗായി വരരുത്. നീല ട്രോളി ബാഗും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇപ്പം എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല, പക്ഷെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വലിയ റോള് CPM വേണ്ടി ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ BJPയുടെ നേതാക്കന്മാരും CPM-കാരും അരുണൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ട്രോളി ബാഗായിട്ട് വരരുത്. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതല്ലാതെ രാഷ്ട്രീയം സംസാരിക്കണോ? ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയനെ തൊലിയുരിഞ്ഞു നിർത്തി കേരളത്തെ വർഗീയതയുടെ കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന BJPയുടെ ആജ്ഞാനുവർത്തിയായി മാറിയ പിണറായി വിജയനെ ഞങ്ങൾ വിചാരണ ചെയ്യും. എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞത്ത് ആ സ്റ്റേജിൽ വന്നിരുന്നത് എന്നുള്ളത് ഞങ്ങൾ ചോദ്യം ചെയ്യും. സ്റ്റാലിന്റെ നാട്ടിൽ നടക്കാത്തത് എന്തുകൊണ്ട് കേരളത്തിൽ നടന്നു, പിണറായിയുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരും. എങ്ങനെയാണ് RSSന്റെ നേതാക്കന്മാര് പോലീസിനെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്? പോലീസിനകത്ത് RSSന്റെ സെല്ലുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും. അതെല്ലാം മലപ്പുറത്തെ വിഷയങ്ങളാണ്. സുജിത് ദാസ് ഉൾപ്പെടെ, അജിത് കുമാർ ഉൾപ്പെടെ, അൻവർ പറഞ്ഞ പിണറായിസം, ആ പിണറായിസം അവിടെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ സന്ദേശം നൽകുന്ന, രാഷ്ട്രീയമായി പോരാട്ടമാക്കി മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ട്രോളി ബാഗും അന്വേഷിച്ച് പോകരുത് അരുൺകുമാർ. ആ ട്രോളി ബാഗും കൊണ്ട് നിങ്ങൾ നടന്നാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിങ്ങൾ മാറ്റും. പക്ഷെ അപ്പോഴും മാറില്ല. അത് പാലക്കാട് തെളിയിച്ചാണ്. പിന്നെ സ്വരാജ് വന്നിറങ്ങിയപ്പോൾ വലിയ പ്രചരണവും വലിയ ആൾക്കൂട്ടമൊക്കെ കണ്ടില്ലേ? സരിൻ വന്ന് പാലക്കാട് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ. ഇതേ രീതിയിലുള്ള പ്രകടനവും ജനക്കൂട്ടമൊക്കെ സരിൻ അവിടെ കണ്ടതല്ലേ? പക്ഷെ അവസാനം തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനക്കൂട്ടം മുഴുവൻ പിന്നെ പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ചുമലിലേറ്റിക്കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയും ചുമലിലേറ്റിക്കൊണ്ട് ജൂൺ 23-ാം തീയതി ഇതിനേക്കാൾ ഇരട്ടി ജനം നിലമ്പൂരിന്റെ തെരുവുകളിലുണ്ടാവും. ഒരു സംശയം. ശരി, ശ്രീ കെ അരുൺകുമാർ, ഈ സ്ഥാനാർത്ഥി നിർണയത്തെ പരിഹസിച്ചു UDF നേതാക്കൾ എന്നങ്ങ് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ രാജു പി നായർ അത് ഡിസ്കസ് ചെയ്തില്ല, അത് ആ മറുപടിയിൽ അതുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും മുൻകാല ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്ന, അതായത് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന CPM-ന്റെ ഒരു ശൈലിയെ പരിഹസിച്ചാവാൻ വഴിയില്ലേ? അതൊരു രാഷ്ട്രീയ പരിഹാസമായി കണ്ടുകൂടെ? യെസ്, ഞാനതിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജിനെ കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് തന്നെ നിരവധി ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കുകയുണ്ടായി. ഞാൻ അതിന് മറുപടി പറയും. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരക്ഷരവും ഞാൻ ഉരിയാടില്ല. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉന്നയിക്കില്ല. അരുൺകുമാർ പറഞ്ഞു വരുന്ന വിഷയം, സ്വരാജ് സ്വന്തം മണ്ഡലത്തിൽ പോലും സ്വീകാര്യനല്ലായിരുന്നു എന്ന് രാജു പി നായർ പറഞ്ഞതിനെ കുറിച്ചാണ് അരുണിന്റെ മറുപടി. അരുൺ പറയാൻ ഒതുക്കും. അല്ല, രാജു പി നായർ അങ്ങ് പറഞ്ഞതാണല്ലോ, സ്വരാജ് ഒരു MLA എന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കാർക്കോ മണ്ഡലത്തിലോ സ്വീകാര്യനല്ലായിരുന്നു എന്നങ്ങ് പറഞ്ഞു. അത് വ്യക്തിപരമായ ആക്ഷേപമാണ്. അതിന് മറുപടി പറയണ്ടേ? കുമാറിന്റെയും CPM-ന്റെയും അതാണ്. ആ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിന്നു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് വ്യക്തിപരമായ ആരോപണം ആണ് ഞാൻ ഉന്നയിച്ചത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഓക്കെ അരുൺകുമാർ.